ജനാധിപത്യ കേന്ദ്രീകരണത്തെക്കുറിച്ച് ഈ ഏരിയ കമ്മിറ്റിയിൽ തന്നെ 2022 ചേർന്ന ഏരിയ കമ്മിറ്റിയിൽ തന്നെ MV ജയരാജൻ വിശദീകരിച്ചപ്പോൾ ആ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉച്ചക്ക് 12 മണിക്ക് ഇപ്പം അർദ്ധരാത്രിയാണ് എന്ന് ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ MV ജയരാജൻ പറഞ്ഞാൽ അത് അംഗീകരിച്ചു പോകാൻ എല്ലാവരെയും കിട്ടില്ല. അതാണ് ഞാൻ ആ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യം. ജനാധിപത്യ കേന്ദ്രീകരണമെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം അടിച്ചേൽപ്പിക്കലല്ല, ഉള്ള കാര്യത്തെക്കുറിച്ച് വസ്തുതകളെക്കുറിച്ച് പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക എന്നതാണ്. അതല്ലാതെ ഉച്ചയ്ക്ക് 12 മണി ഇപ്പോൾ അർദ്ധരാത്രിയാണ് എന്ന് നേതൃത്വം പറഞ്ഞാൽ അത് അംഗീകരിച്ച് പോകാൻ തയ്യാറാകുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാകും. എല്ലാവർക്കും അംഗീകരിച്ച് പോകാൻ കഴിയില്ല. ഇത് 2022 ഈ കാര്യം വിശദീകരിച്ച ഏരിയ കമ്മിറ്റിയിൽ തന്നെ ഇതേ വാചകമാണ് ഞാൻ ഉപയോഗിച്ചത്, പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത്രയും കാര്യങ്ങളാണ് പൊതുവേ ഉള്ളത്. ഇനി ഫണ്ടുമായി ബന്ധപ്പെട്ട് ഫണ്ട് 2021 സമ്മേളനത്തിന് തൊട്ട് മുമ്പാണ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത്, ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത്. കെട്ടിട നിർമ്മാണ കണക്ക് അവതരിപ്പിച്ചപ്പോൾ അതിൽ സഹകരണ ജീവനക്കാരിൽ നിന്ന് പിരിച്ച ഫണ്ടില്ല, 1 രൂപ പോലും ഇല്ല. ആ ഫണ്ട് കൊടുത്ത ഒട്ടേറെ സഖാക്കൾ ആ കമ്മിറ്റിയിലുണ്ട്. അവരത് ഉന്നയിച്ചു. അതിൽ 70 രൂപ വരവ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ ആ കമ്മിറ്റി ആ കണക്ക് അംഗീകരിച്ച് ആ 2021 സമ്മേളനത്തിൽ അവതരിപ്പിക്കുമായിരുന്നല്ലോ. പിന്നീട് 2024 സമ്മേളനത്തിലല്ലേ ഈ കണക്ക് അവതരിപ്പിക്കുന്നത്. എന്തേ 2021 സമ്മേളനത്തിൽ ആ കണക്ക് അവതരിപ്പിക്കാതിരുന്നത്? ഈ 70 ലക്ഷം ഇല്ലാത്തത് കൊണ്ടാണ്. അതവിടെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അത് കണക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കണക്ക് മാറ്റിവെച്ചു. രണ്ടാമത് അടുത്ത കമ്മിറ്റിയിൽ, അത് സമ്മേളനത്തിന് ശേഷമാണ്, കണക്ക് അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച കണക്കിൽ സഹകരണ ജീവനക്കാരിൽ നിന്ന് 64 ലക്ഷത്തിൽ ചില്ലറ സംഭാവന ലഭിച്ചതായി ഉൾപ്പെടുത്തി. ഞാൻ പറഞ്ഞു 64 ലക്ഷത്തിൽ ചില്ലറയല്ല, 70 ലക്ഷമുണ്ട്, 70.5 ലക്ഷത്തോളം വരും. അപ്പോൾ തർക്കമായി. അക്കൗണ്ടിൽ ഇത്രയേ ഉള്ളൂ. ഈ അക്കൗണ്ടിലുള്ളത് നേരത്തെ ഇല്ലേ? ഒന്നാം വട്ട കണക്ക് അവതരിപ്പിക്കുമ്പോൾ തന്നെ അക്കൗണ്ടിൽ ഈ പണം ഉണ്ടല്ലോ, വന്നിരുന്നല്ലോ. പണം എവിടെ ഇല്ല, അത് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2021 സമ്മേളനത്തിന് മുമ്പ് കമ്മിറ്റിയിൽ കണക്ക് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഈ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെന്താ വരാതിരുന്നത്? അപ്പോൾ എന്താ വിഷയം? 2 ബാങ്കിൽ നിന്ന് പിരിച്ച പണം അക്കൗണ്ടിലില്ല.